സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലും ഇല്ല. അമ്മ ആണിന്റെ ശബ്ദത്തിലും പെണ്ണിന്റെ ശബ്ദത്തിലും പാട്ട് പാടും. ഹലോ, വിശേഷങ്ങളൊക്കെ അല്ലേ? ചേട്ടൻ ഞങ്ങൾ അങ്ങനെയാണ് കൊമ്പനാനപ്പുറത്ത്. അപ്പൊ ഇവന് ഇറങ്ങിയെന്ന് ഓർക്കട്ടെ ഞാന്. അപ്പൊ ഇവന് കൊമ്പനാനപ്പുറത്ത്. എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോള് വന്നിട്ട് ചെയ്തോട്ടെ എന്നൊന്നുമല്ല, ഞാൻ ചെയ്യണ പണികൾ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ അമ്മായിയമ്മയുടെ ഈ സ്നേഹം എല്ലാം ഇപ്പോഴും ഉണ്ടാവോ? ഉണ്ടായാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ അറിയാലോ. എല്ലാവർക്കും നമസ്കാരം. ഇച്ചാപ്പി ദി വേൾഡ്. ഇച്ചാപ്പി എല്ലാവർക്കും അറിയാലോ. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് താനായിട്ട് തന്നെ തന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കുട്ടിയാണ്. അതും ചെറുപ്രായത്തിൽ തന്നെ തന്റേതായ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് കരിയർ ബിൽഡ് ചെയ്തെടുത്ത് ഇന്ന് അത്യാവശ്യം നല്ല ലെവലിൽ നിൽപ്പുണ്ട് ഇച്ചാപ്പി. നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് അടിപൊളിയായിട്ട് ലൈഫ് സെറ്റിലായി എന്ന് തന്നെ പറയാം. റീസെന്റ് ഗുരുവായൂരിൽ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ഷെയർ ചെയ്ത സമയത്തൊക്കെ. ഓക്കെ, കല്യാണം കഴിഞ്ഞു, അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ പോകുന്നുണ്ട്. ഓരോ വീഡിയോസ് കാണുന്ന സമയത്തും സന്തോഷമുണ്ട്. പക്ഷെ റീസെന്റ് ഈ ചെറുക്കന്റെ വീട്ടിൽ വന്നിട്ട് അമ്മായിയമ്മയുമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. എന്തോ ഇതെന്താ കുറച്ച് ഓവറല്ലേ എന്നുള്ളൊരു തോന്നല് സാധാരണ ആൾക്കാർ കാണുമ്പോൾ തോന്നുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്തും ഇതിപ്പോ ഞാൻ മനസ്സിൽ ചിന്തിച്ച പോലെയാണല്ലോ ആൾക്കാർ കമന്റും ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു, സീരിയസ്ലി. പക്ഷെ ഇതുപോലൊരു അമ്മായിയമ്മയെ കിട്ടിയാൽ ഭാഗ്യമെന്ന് ഒരുപാട് കമന്റ്സ്, ഇതുപോലെ ഉള്ള അമ്മായിയമ്മമാർ ഈ ലോകത്തുണ്ടോ എന്ന് കുറെ കമന്റ്സ്, ഇങ്ങനെയുള്ള അമ്മമാരെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറെ കമന്റ്സ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എല്ലാ മാതാപിതാക്കളും തന്റെ മക്കളെ, പെൺമക്കളെ പ്രത്യേകിച്ച് കെട്ടിച്ചു വിടുന്ന സമയത്ത് പയ്യന്റെ വീട്ടിലോട്ടാണല്ലോ പിന്നെ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് തന്റെ മക്കള് ഇനി എങ്ങനെ ജീവിക്കും, അവിടെ പോയിട്ട് അമ്മായിയമ്മയുടെ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കുവോ അതോ ഹാപ്പി ആയിട്ട് ആ കുടുംബത്തിൽ ജീവിക്കുവോ, ഇങ്ങനത്തെ ടെൻഷൻസ് എല്ലാ മാതാപിതാക്കൾക്കും കാണും. അതേ ഒരു ടെൻഷനും വെപ്രാളമൊക്കെ ഇച്ചാപ്പിയുടെ മാതാപിതാക്കൾക്കും കാണും. ഓഫ് കോഴ്സ് അത് കാണാതെ ഇരിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇച്ചാപ്പി അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവിടെ പോയിരിക്കുകയാണ്. പോയ സമയത്ത് ഇച്ചാപ്പിയുടെ ആ ഒരു വ്ളോഗില് എവിടെയൊക്കെ പറയുന്നു, 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീടിനേക്കാളും ഇവിടെ ഞാൻ ഹാപ്പിയാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അതെന്താ അങ്ങനെ ഒരു വർത്തമാനം? സ്വന്തം വീട്, താൻ വളർന്നു, താൻ ജനിച്ചു വളർന്ന് താനായിട്ട് ഉണ്ടാക്കി സെറ്റപ്പാക്കി എടുത്തൊരു വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയുമായിട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിനേക്കാളും ഇവിടെ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. അപ്പൊ അവിടെ എനിക്കറിയില്ല, അതെന്തോ ഒരു സാധനം എനിക്ക് കൊളുത്തി. അതെന്താ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ജീവിക്കുന്നതിനേക്കാളും സന്തോഷമായിരുന്നു ഇപ്പുറത്ത് വന്നപ്പോൾ. ഓക്കെ, 2 ദിവസം ജീവിച്ചപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ്. ഈ ഒരു സന്തോഷവും ഈ ഒരു അമ്മായിയമ്മ മരുമോൾ ബോണ്ടും സ്നേഹവും ഒക്കെ കാലാകാലം ഉണ്ടാവട്ടെ ഉള്ള കാര്യം പറയല്ലോ, ഉണ്ടായില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇച്ചാപ്പിയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈഫിന്റെ കേസും സ്ട്രഗിൾ ചെയ്ത സമയത്തൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരു സമയത്ത് ഇതുപോലെ ഇച്ചാപ്പിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ആ വീഡിയോ ചെയ്ത് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇച്ചാപ്പി പെട്ടെന്ന് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു. എന്റെ തംബ്നെയിലിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എനിക്കെതിരെ ചെയ്തു. ഞാൻ വീഡിയോയിൽ പോസിറ്റീവാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ എന്റെ തംബ്നെയിൽ കണ്ടു ഇച്ചാപ്പി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാപ്പി ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ ഇച്ചാപ്പി ഇടുന്ന സമയത്ത് ഞാൻ പേളിമാണിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പേളിമാണിക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് ഇച്ചാപ്പി എന്ത് ചെയ്തത്, നൈസായിട്ട് എനിക്കിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ, അതായത് അതിനൊക്കെ ഒരുപാട് നാള് മുന്നേ ചെയ്ത ഒരു വീഡിയോ കുത്തിപ്പൊക്കിയെടുത്ത് ഇച്ചാപ്പി അടിച്ചു. അത് പേളിമാണിയെ ഞാൻ നെഗറ്റീവ് ആക്കി എന്നുള്ളൊരു സാധനം വെച്ചിട്ട്, അതും പേളിമാണി ഇച്ചാപ്പി ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ആ ഒരു ഇത് വെച്ചിട്ട് ഈ പേളിമാണി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇച്ചാപ്പി എന്ത് ചെയ്ത് എനിക്കിട്ടൊരു കൊട്ടങ്ങ് കൊട്ടി തന്നാണ്. അത് എനിക്ക് മനസ്സിലായി, അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എനിക്കുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അതൊക്കെ പോയി. ഇപ്പൊ ഞാൻ റീസെന്റ് കല്യാണമൊക്കെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് കൊള്ളാം, നൈസായിട്ട് കാര്യങ്ങൾ പോയി. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ട സമയത്തും എവിടെയൊക്കെ 1-2 പോയിന്റിൽ എനിക്ക് മിസ്റ്റേക്കുകൾ തോന്നി. പിന്നെ ഈ അമ്മായിയമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇത് അഭിനയമാണോ? ഇങ്ങനെയൊക്കെ ഇത്ര സ്നേഹമൊക്കെ വാരി കോരി ഒഴിവു, കെട്ടിപ്പിടി ഉമ്മയിപ്പൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്താണ് ഇങ്ങനെ. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്തിരിക്കുന്നു, അത് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്, യഥാർത്ഥ സ്നേഹമൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ അമ്മായിയമ്മമാരുണ്ട്, അമ്മമാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ നമ്മള് കെട്ടിപ്പിടിക്കും, ഉമ്മയ്ക്കും, സ്നേഹിക്കും ഒക്കെ ഒക്കെയാണ്. എന്നാലും ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഓവർ സാധനമല്ലേ, കയ്യിൽ നിന്ന് ഇടത്തില്ല നമ്മള്, വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യത്തില്ല. ആ ഒരു ഫീൽ എനിക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്തു. നമുക്കത് നോക്കാം. എന്തായാലും ഇച്ചാപ്പിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം.
നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് ഇത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി, പക്ഷെ നമുക്ക് വ്ളോഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്നാണ് നമ്മൾ ആദ്യത്തെ വ്ളോഗ് എടുക്കാൻ പോകുന്നത് അല്ലേ? ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങുക. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ ഇല്ല. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പേടി വരില്ലല്ലോ, നമ്മൾ വേറെ വീട്ടിലേക്ക് പോകാനല്ലോ, അവിടെ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ചെയ്യണം, കുറെ പ്ലാനിങ് ഒക്കെ ചെയ്യില്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തം വീട് പോലെ എന്ന് വെച്ചാൽ ഇവിടെ ഓടി ചാടി കിടക്കാൻ നമ്മുടെ ആ വീട്ടിൽ എങ്ങനെയാണോ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഏറെ നല്ല ഹാപ്പിയാണ് ഞാനിവിടെ. ഓക്കെ, വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ആ പയ്യനെ നല്ലപോലെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അവര് നല്ല സ്നേഹമായിരിക്കും എന്നല്ലാണ്, അതുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. പക്ഷെ എന്റെ സ്വന്തം വീടിനെക്കാളും ഞാൻ ഇവിടെ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചു. വേറെ ഒന്നുമല്ല, ഈ വീഡിയോ മോളുടെ അച്ഛനും അമ്മയും കാണുന്ന സമയത്ത് അവര് വിചാരിക്കത്തില്ലേ, ഓ അപ്പൊ അവൾ ഇവിടെ നമ്മളടുത്ത് നിന്നതിനേക്കാളും ഹാപ്പിയാണ് അവിടെ പോയപ്പോൾ, നമ്മുടെ അടുത്ത് നിന്നപ്പോൾ അവൾക്ക് അത്രയും സന്തോഷം ഇല്ലായിരുന്നു, നമുക്ക് ഇവിടെയൊക്കെ സന്തോഷം കുറവായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ആ പാരന്റ്സ് ചിന്തിക്കത്തില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടോ. ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ നോട്ട് ചെയ്ത പോയിന്റ് അതാണ്, ഇവളെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഒരു പാരന്റ്സ് നിന്റെ അച്ഛനും അമ്മയും കാണുന്ന സമയത്ത് അവരുടെ മനസ്സെങ്ങനെ പോകും? അവർ വിചാരിക്കത്തില്ലോ, അവൾ ഇവിടത്തെക്കാളും ഹാപ്പിയാണ്, അവൾക്ക് ഇപ്പൊ നമ്മളെന്നും വേണ്ട, എങ്ങനെ ചിലപ്പോൾ ചിന്തിക്കത്തില്ല. അപ്പൊ നീ പറയും, ഓ അങ്ങനെയൊന്നും എന്റെ അച്ഛനും അമ്മയും ചിന്തിക്കത്തില്ല, അവർക്ക് കാര്യം മനസ്സിലാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഈ സാധനം സ്ട്രൈക്ക് ചെയ്യും. കാരണം അവൾ ഇവിടത്തേനേക്കാളും അവിടെ ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ ആ സാധനം സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഒന്നുമില്ലെങ്കിൽ ലൈവ് ഒന്നും അല്ലല്ലോ, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കട്ട് ചെയ്തങ്ങ് കളയുക. പ്രത്യേകിച്ച് ആ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇവിടെ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു വിഷമം വരും, സ്വന്തം അപ്പനും അമ്മയ്ക്ക്. അതൊന്നും ആലോചിച്ചിരുന്നേ കൊള്ളായിരുന്നു. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളെ പോലെ ഈ ഭൂമിയിൽ ആരും നമ്മളോടൊപ്പം നിൽക്കത്തില്ല. ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ചിലപ്പോൾ വലിഞ്ഞൊക്കെ പോകും. പക്ഷെ സ്വന്തം അപ്പനും അമ്മയും നിൽക്കുന്ന പോലെ ആരും നിൽക്കത്തില്ല കേട്ടോ. എന്ത് പ്രശ്നം വന്നാലും എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ സ്വന്തം അപ്പനും അമ്മയും തിരിഞ്ഞു നോക്കാത്ത ടീംസും ഉണ്ട്, മക്കളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ടീംസ് ഒന്നും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, എൻ്റെ പാരൻസ് എന്നോട് കാണിക്കുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും വാല്യൂ കൊടുക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കും തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റെന്തിനും മറ്റാർക്കും വില കൊടുക്കുകയുള്ളൂ. സത്യം ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് എൻ്റെ പാരൻസ് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ. അപ്പൊ അവരോട് നിൽക്കുന്നതിനേക്കാളും ഹാപ്പിയാണ് ഇവിടെ വന്നപ്പോഴെന്ന് ഒരു പുതുമോടിയിൽ ഇച്ചാപ്പി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സന്തോഷവും ഈ ഒരു ആരവമൊക്കെ അങ്ങ് നീണ്ട കാലം ഉണ്ടാവട്ടെ ആശംസിക്കുന്നു കേട്ടോ. ബാക്കി അപ്പൊ നമുക്ക് താഴേക്ക് പോകാം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ചെല്ലുമ്പോഴേ ഇവിടെ ചാച്ചനും അമ്മയും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചായ ഇടും, ഞാൻ പോയി ചായ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, അപ്പൊ രാവിലെ ഉറക്കണീറ്റപ്പോ കിട്ടേണ്ട എല്ലാം ഫ്രണ്ടിലുണ്ട്. ഫുഡ് അമ്മായിയമ്മ അമ്മായച്ഛനും കൂടിയൊക്കെ ഉണ്ടാക്കി ഇച്ചാപ്പിക്ക് കൊടുക്കും. എല്ലാം വളരെ ഹാപ്പിയാണ് എന്നാണ് ഇച്ചാപ്പി പറയുന്നത്. ഈ ഒരു സന്തോഷവും ഈ ഒരു ആരവമൊക്കെ മുന്നോട്ടുള്ള ലൈഫിലും പോകുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെ അമ്മായിയമ്മ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, അവരും ഫൈനാണ്, ഓക്കെയാണ്, നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു ഓവർ ആക്ടിങ് ഫീൽ ചെയ്ത് കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ടായിരിക്കും, നമുക്കിങ്ങനെ ഓവർ ആക്ട് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഓവർ ആക്ടിങ് ആയിട്ട് തോന്നുന്നത്. ഇതെല്ലാം കൊള്ളാം, ഓടിച്ചാടി കളിച്ച് താഴോട്ട് പോകുന്നുണ്ട്, അമ്മായിയമ്മയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. സന്തോഷമൊക്കെ നല്ലത് തന്നെയാണ്, എന്നും ഉണ്ടാവട്ടെ, അതേ എനിക്ക് ആശംസിക്കാനുള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് പോകുമ്പോഴേ പറഞ്ഞുതരാം. என்னடா வாழ்க்கை, என்னடா ആനന്ദം, എന്നതാ കൊണ്ടാട്ടം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് പോലും തോന്നിപ്പോവും. എന്തായാലും നല്ലത് തന്നെയാണ്. ഇതുപോലെ എന്നും സന്തോഷമായിരിക്കട്ടെ, എന്നും എപ്പോഴും എല്ലായിടത്തും ഹാപ്പി ആയിട്ടിരുന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ, ജീവിക്കാൻ പറ്റട്ടെ. പക്ഷെ ഇനിയെങ്കിലും വാക്കുകൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. സ്വന്തം വീടിനേക്കാളും ഇവിടെ ഹാപ്പി ആണെന്ന് പറയുമ്പോൾ അത് കാണുന്ന സ്വന്തം അപ്പന്റെ അമ്മയുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കണം കേട്ടോ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇച്ചാപ്പി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ആ സ്ഥിതിക്ക് ഒന്ന് ആലോചിക്കുക. ആ വീട്, സ്വന്തം വീട്, താൻ കഷ്ടപ്പെട്ട് വെച്ചതാവാം, എല്ലാം ആവാം, ഓക്കെയാണ്. പക്ഷെ ആ വീടിനേക്കാളും ഇവിടെ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന അപ്പനും അമ്മയും അത് കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക കേട്ടോ. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ വീട്ടിത്തനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കതെന്തോ ഫെയർ ആയിട്ട് തോന്നിയില്ല. അത് കാണുന്ന നിന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ എന്താ അമ്മ പറയാറ്?
എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോള് വന്നിട്ട് ചെയ്തോട്ടെ എന്നല്ല, ഞാൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയുന്നത് ഓഹോ, സ്വന്തം അമ്മായിയമ്മയെ പൊക്കി പറഞ്ഞ് സോപ്പയിടുന്നു. കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആകാനുള്ള ഒരു അമ്മ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലടേ. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വഭാവങ്ങളുണ്ട്. പിന്നെ എല്ലാ അമ്മമാരും ഇതുപോലെ ആവാനും പോകുന്നില്ല, അത് കൺഫേം ആണ്. പിന്നെ ഈ അമ്മായിയമ്മ ഇനി എത്ര ദിവസമാണ് ഇതുപോലെയൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആകാൻ പറ്റിയ അമ്മയാണെന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്പയർ എൻ്റെ അമ്മയാണ്. അല്ലാണ്ട് വേറൊരു അമ്മയും എനിക്ക് അല്ലെങ്കിൽ വേറൊരാളും എൻ്റെ അമ്മ അതുപോലെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല. എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ ഇരിക്കാനേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. അല്ലാണ്ട് വേറൊരാളെ പോലെ ആയിരുന്നു എങ്കിൽ എൻ്റെ അമ്മ എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എൻ്റെ അമ്മ ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാലവും ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്നെ തെറി വിളിക്കുന്ന രീതിയാണെങ്കിൽ ആ സമയത്തുള്ള എൻ്റെ അമ്മ, അല്ലാണ്ട് എന്നെ സ്നേഹിക്കുന്ന സമയത്തുള്ള ആ സ്നേഹമുള്ള എൻ്റെ അമ്മ, അത് തന്നെയാണ് എൻ്റെ അമ്മ. എങ്ങനെയാണ് അമ്മ ഇരിക്കുന്നത് അതുപോലെ അമ്മ ഇരുന്നാൽ മതി. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇച്ചാപ്പിയുടെ അമ്മായിയമ്മയെ പോലെ ബാക്കിയുള്ള അമ്മമാരാകണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു 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 സംസാരം എനിക്ക് പിടിച്ചില്ല. ഞാൻ ഉള്ള കാര്യം പറയുന്നത്, നമ്മളെ പിന്നെ തുറന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കിക്കോ, ഈ വീഡിയോ 10 പേര് കാണണമെങ്കിൽ ആ 10 പേരിൽ 9 പേര് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും കമന്റ് ഇടുന്നത്. നമുക്ക് വോട്ട് പുല്ലെന്നാണ്. ഈ സന്തോഷമൊക്കെ എന്നും ഉണ്ടായിരുന്നാൽ മതി. നമ്മൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരിക്കും. അമ്മായിയമ്മയും മരുമക്കളും മച്ചാനും അളിയനും കുഞ്ഞമ്മയൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. എക്സാമ്പിൾ എടുത്താൽ മതി, ഫോർച്യൂണർ ടീം പ്രവീൺ പ്രണവ് അടിച്ച് പിരിഞ്ഞ് കൈയും കാലും അടിച്ച് ഒടിച്ചതിന് വരെ കൈയും കണക്കൂല. അമ്മാതിരി അടിയായിരുന്നു. മക്കളും അനിയനും അമ്മായിയമ്മയും മോളും അച്ഛനും അമ്മയും ആന്റിയും കുഞ്ഞമ്മ എല്ലാം കൂടി കൂട്ടടിയായിരുന്നു. അതുപോലെ നാവാതിരിക്കട്ടെ. പിന്നെ ഭയങ്കര സന്തോഷം മൊമെന്റ്സ് എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ കണ്ണും കൂടി കിട്ടും. നാളെ ഇതെല്ലാം ദുഃഖമായി മാറാതിരിക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ബാക്കി കാണിക്ക് ഈ ചാപ്പി. ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോള് വന്നിട്ട് ഞാൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയുന്നത് ഓക്കെ, വീണ്ടും ആ പൊക്കി പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. കണ്ടല്ലോ, പൊക്കി പറയുന്നതിന് കൈയും കണക്കുമില്ല. ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആവാൻ. അങ്ങനെ ഇനിയിപ്പോൾ ഒരമ്മയും കണ്ട് ഇൻസ്പയർ ആവണ്ട. എല്ലാ അമ്മമാരും അവരുടേതായ സ്വഭാവങ്ങൾ ഇരുന്നാൽ മതി. നാറിയ പരിപാടി കാണിക്കാതിരുന്നാൽ മതി. അല്ലാണ്ട് ഇനിയിപ്പോൾ മറ്റൊരമ്മയെ കണ്ട് ഇൻസ്പയർ ആവേണ്ട കാര്യമില്ല. നല്ലപോലെ ഇരിക്കുക. മക്കളെ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള അമ്മയായിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് എന്ത് പോക്കറ്റ് തന്നെ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാവരുത്. പിന്നെ ഈ സ്നേഹം എനിക്ക് കാണുമ്പോൾ എവിടെയോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം, അത് ചിലപ്പോൾ അറിയില്ല, എൻ്റെ ഒരു തോന്നലാവാം. എന്തായാലും എനിക്ക് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട്. നോക്കാം. സീരിയസ്ലി ഞാൻ മാനേജ് പറഞ്ഞു തന്നെ. പക്ഷെ എനിക്ക് വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നൊരു ഫീലില്ല അല്ലേ? എന്നാ ശരിക്കും പുള്ളി ഇവിടെ ഓടിച്ചാടി മരുമോളൊന്നുമില്ല. എനിക്ക് എപ്പോഴും എന്തോ ഒരു സന്തോഷമാണ്. എനിക്ക് എപ്പോഴും പോസിറ്റീവാണ്. അതെ പറഞ്ഞ ശ്രീലക്ഷ്മി അല്ലേ, ശ്രീലക്ഷ്മി തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിരും എന്നും ഉണ്ടാവും. ചാവിക്കാം. ഓക്കെ, അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചാൽ മതിയല്ലോ അമ്മ? മൊത്തം കഴിക്കാലോ? അത്ര മതി. അതിന് വെച്ചാൽ വാച്ച് നമുക്ക് ചൂടാക്കരുത്. ചൂടാക്കി കുടിക്കുമ്പോൾ അത് വിഷമായി പോകും. പാല് കാച്ചി വെച്ചേക്കാം, എന്നിട്ട് ചായ വെക്കുമ്പോൾ കുടിച്ചാൽ മതി. ഇവിടുത്തെ രീതികളൊക്കെ വേറെ ചിക്കൻ വലിയ ഇഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വറുത്തിട്ടുണ്ടാക്കി. കെട്ടിപ്പിടി ഉമ്മോയിപ്പം കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പെട്ടെന്ന് ഇങ്ങനെ കുതിര കയറുന്നത് പോലെ. മറ്റേ കുതിര സൗണ്ടട്ടാക്കില് ആ ഒരു സെറ്റപ്പിൽ പെട്ടെന്ന് അത് എന്തോടെ എനിക്ക് എന്റെ തോന്നലാണെന്ന് അറിയില്ല കേട്ടാ. എനിക്കെന്തോ ഒരു എന്തോന്നല്ല. ഇപ്പൊ ചുമ്മാ കെട്ടിപ്പിടി ഉമ്മോയിപ്പ് ഭയങ്കര സ്നേഹം. അമ്മായിമ്മ എടുത്ത് നെഞ്ചിനുള്ളിൽ അമ്മായിമ്മ, കണ്ണടച്ചാൽ അമ്മായിമ്മ, കൺമുന്നിൽ അമ്മായിമ്മ, അമ്മായിമ്മ അമ്മായിമ്മ അമ്മായിമ്മ, നീ ആകാശക്കോണിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ. ആ ഒരു സെറ്റപ്പ്. അമ്മായിമ്മ എടുത്ത് ഇത്രയും സ്നേഹം നമുക്ക്. ഓക്കെ, നല്ലതാണ് കേട്ടോ. ഇങ്ങനെ കാലാകാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലം ചിരിച്ചുകൊണ്ടിരിക്കാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവർക്ക് 2 ആൺമക്കളാണെന്ന് തോന്നുന്നു. ഒരു പെൺമക്കൾ വന്ന സന്തോഷത്തിൽ അവർ അത്രയും ഇതായിട്ട് നിൽക്കുന്നു. ഓക്കെ, മേ ബി അങ്ങനെയും ആവാം. ഇനി എല്ലാ കാലം ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറെ കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല. പക്ഷേ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരുമ്പം
ഇവരെ വീഡിയോസ് കാണുമ്പം പ്രത്യേക ആൾക്കാരെ കാണാതെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും മറ്റേ ആളെവിടെ എന്നുള്ള ചോദ്യം വരും. അങ്ങനെ വരുമ്പോൾ ഇവര് അവസാനം ഇവരുടെ ഓഡിയൻസിന്റെ അടുത്ത് ഇതിന്റെ സത്യാവസ്ഥ പറയേണ്ട ഒരു ഗതികേടിലോട്ടൊക്കെ വരും. അങ്ങനെയാണ് പല ഫാമിലി വ്ളോഗേഴ്സും ചീഞ്ഞ കണ്ടന്റിലോട്ട് പോയി നാറി തൊലഞ്ഞ് വാരി എണീറ്റ് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. ചപ്പിക്ക് അതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാം ദൈവഹിതം പോലെ. അതൊക്കെ നമ്മൾ കാണിച്ചു തരും അല്ലേ? നമ്മള് ഇവിടുത്തെ ഹോം ടൂറിന്റെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചു തരും അല്ലേ? അപ്പൊ ഞാൻ ഓക്കെ, ഹോം ടൂറിന്റെ വീഡിയോ അവിടെ നിൽക്കട്ടെ. കെട്ടിപ്പിടി ഉമ്മ ഇപ്പൊ എനിക്ക് എന്തോ ഒരു ഓവർ പോലെ തോന്നി കേട്ടോ. വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള പ്രകസനം പോലെ എനിക്ക് തോന്നി. എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയുന്നുണ്ട്. ഉറപ്പായിട്ട് ഇതിന്റെ താഴെ എന്നെ ചീത്ത വിളിക്കാൻ തന്നെ ആൾക്കാർ വരും. അത് വേറെ കാര്യം, നമ്മളത് കാര്യമാക്കുന്നില്ല. എന്തായാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ലെവലിൽ എത്തിയത് ചാപ്പി. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കുക, നീ പറയുന്ന ഒരു പോയിന്റ് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. സ്വന്തം വീടിനേക്കാളും ഹാപ്പിയാണെന്ന്. ഓക്കെ, ഹാപ്പി ആയിരിക്കാം, പക്ഷെ അത് ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് ആ വീഡിയോ കാണുന്ന നിന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. പിന്നെന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ എപ്പോഴാണ് എനിക്ക് വന്നേ? ഒരു 12 മണി എന്ന് വെച്ചാൽ ഞങ്ങൾ തലേന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്തോ അരമണിക്കൂർ എന്തോ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൂസാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും നമ്മുടെ വാവയാണെങ്കിലും ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും പക്ഷെ കല്യാണത്തിന് അന്ന് തന്നെയായിരുന്നു ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ. എന്നിട്ട് സാധാരണ പക്ഷേ അയ്യോ വെളുപ്പിന് എണീക്കണം കുളിക്കണം അങ്ങനെയൊക്കെയുള്ള അപ്പൊ ഞാൻ രാവിലെ എന്നിട്ട് അമ്മ പറഞ്ഞു നിങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതി. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങി സമാധാനമായിട്ട് എണീറ്റ് വന്നപ്പം ഇവിടെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അത് കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് വേറൊരു വീട്ടിലാണെന്നുള്ള ഒരു ഫീലും ഇല്ല. പക്ഷെ നമ്മുടെ അവിടത്തേക്കാളും എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് സീരിയസ്ലി. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇവിടെ എല്ലാം വരിക ഇവിടെ ഇച്ചാപ്പി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച, അവിടത്തേനേക്കാളും ഞാൻ ഇവിടെ ഹാപ്പിയാണ്. അതായത് അവിടെ ജോലി ചെയ്യണമായിരിക്കും, ഇവിടെ രാവിലെ ഉറക്കം എണീക്കണ്ട, 12 മണിക്ക് ഉണക്കം എണീറ്റ് വന്നിരുന്നും കൊണ്ട് തിന്നിട്ട് വീണ്ടും കിടന്നാൽ മതി എന്നുള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് ഇച്ചാപ്പി ഒന്ന് ഇരുന്ന് ആലോചിച്ചു കേട്ടോ. ഇപ്പൊ കാണുന്ന ഈ പുതുമോടിയും ഓവർ സന്തോഷവും കാലാകാലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ കാലാകാലവും ഇച്ചാപ്പിക്ക് വെറുതെ ഇരുന്നും കൊണ്ട് 12 മണിക്ക് ഉറക്കം എണീറ്റൊന്ന് തിന്നാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഭാഗ്യവതി എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അമ്മായിയും അത്രയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, അല്ലാണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ അത് എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പോയിന്റൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്കും തോന്നും അയ്യോ എനിക്ക് വയ്യ, പ്രായം കയറി വരുമ്പോൾ ക്ഷീണമാവും. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ അവർ തന്നെ വിചാരിക്കും ഒറ്റയ്ക്ക് വയ്യ അവളെയും കൂടി വിളിക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അപ്പ വന്ന് വിളിക്കുമ്പം ഇച്ചാപ്പിക്കും തോന്നും ഓ ഇത്രയും കാലം എന്നെ വിളിച്ചില്ല ഇപ്പൊ വിളിക്കുന്നു ജോലി ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തോന്നും. അതുകൊണ്ട് അങ്ങനെയൊക്കെ അത് ചെറിയ പ്രശ്നങ്ങൾ മതി അടിയും മഴയൊക്കെ ഉണ്ടാകാൻ. സൂക്ഷിച്ചൊക്കെ പോവുക, അടിപൊളിയായിട്ടൊക്കെ പോവുക, ഹാപ്പി ആയിട്ടൊക്കെ പോവുക. ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിച്ചിട്ട് വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ആദ്യം കമന്റ്സ് ഒന്ന് കാണാം. അമ്മ ഈ സ്നേഹം മരുമകളോട് എപ്പോഴും ഉണ്ടാവണേ. അമ്മ അധികം പുറത്തു പോകണ്ട, അമ്മന്റെ സ്വഭാവം മാറിപ്പോകും. കുടുംബശ്രീ ഉണ്ടോ? അതിനൊന്നും പോകണ്ട. പുഴുപ്പ് പറയും, എപ്പോഴും നല്ല സ്നേഹത്തോട് നിൽക്കണേ, പാവം മോളാണ്. അതായത് ഇച്ചാപ്പിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് കേട്ടോ. ഇച്ചാപ്പിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് കയറി വന്നതിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് പ്രത്യേകിച്ച് ഉണ്ട്. ആ ഒരു ഇതാണ്. പക്ഷെ എവിടെയോ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇത്ര നാളും ഒറ്റയ്ക്ക് വളർന്ന കൊച്ചാണിത്. കൂട്ടിനൊരു സഹോദരനോ സഹോദരിയോ ആരുമില്ലാത്ത അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രം ജീവിച്ചവൾ. ഒരുപാട് അവൾ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം കിട്ടിയ സന്തോഷമാണ്. അത് അവൾ എൻജോയ് ചെയ്യട്ടെ. ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ. അതെ, അവളും അവിടെ അച്ഛനും അമ്മയും മാത്രമായിട്ടൊക്കെ ജീവിച്ചാണ്, വേറെ സഹോദരങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ ഒരു സെറ്റപ്പിലാണ് അവളും ജീവിച്ചു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, വീഡിയോയിൽ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടത്തേനേക്കാളും സന്തോഷം ഇവിടെയാണ്. അതെന്തോ അത് കാണുന്ന സമയത്ത് നിന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാവും മേ ബി. അത് ആലോചിച്ചാൽ മതി. അത് അങ്ങനത്തെ വർത്താനൊക്കെ പറയുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇച്ചാപ്പി നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി വേറെ ആരുമല്ല, ആ സ്നേഹമയി ആയ അമ്മയാണ്. നിന്നെ പൊന്നുപോലെ അവർ സംരക്ഷിക്കും. നീ സുരക്ഷിതയാണ് ആ അമ്മയുടെ കയ്യിൽ. സന്തുഷ്ട കുടുംബം. അങ്ങനെ ആയിരുന്നാൽ വളരെയധികം സന്തോഷം. ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. എല്ലാ കാലത്തും എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പലരും ബന്ധുക്കൾ അവരവരൊക്കെ പറയും നീ എന്തിനാടി അവളടുത്ത് അത്ര ഇത് കാണിക്കണം, അവളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പരുടി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഒരു മാറി ചിന്താഗതിയൊക്കെ വരും. അതുകൊണ്ട് സൂക്ഷിക്കുക, എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പോവുക. ആ അമ്മയ്ക്ക് 2 ആൺമക്കളാണ്. ഒരു പെൺകുട്ടി വന്ന് കയറുമ്പോൾ ഒത്തിരി സന്തോഷമാകും. മാത്രമല്ല എത്രയോ നാളുകളായി അവർ സ്നേഹിച്ചു തുടങ്ങിയതാണ്, മകളായി അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്ര സ്നേഹം. ഈ സ്നേഹത്തിൽ ഒട്ടും അഭിനയമില്ല. അമ്മായിയമ്മ എന്നാൽ ആളുകളുടെ സങ്കല്പം വേറെയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് അഭിനയമായി തോന്നുന്നത്. അങ്ങനെ സങ്കല്പം വേറെ ഒന്നുമില്ല. നല്ല അമ്മായിയമ്മയായിരുന്നാൽ നല്ല അമ്മായിയമ്മ എന്ന് പറയും, മോശമായിരുന്നാൽ മോശം എന്ന് പറയും. എല്ലാ അമ്മായിയമ്മമാരും ഇതുപോലെ ആവത്തുമില്ല ഒരിക്കലും. ഈ കാലാകാലം ഈ അമ്മായിയമ്മ ഇങ്ങനെ ആയിരിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ കണ്ടു തന്നെ അറിയാം പോകണം. പിന്നെ അസൂയ തോന്നുന്നവർ കുറ്റം പറയും. നല്ല അച്ഛനും അമ്മയും നല്ല മക്കളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇച്ചാപ്പിയുടെ പുതിയ കുടുംബത്തെ. നന്മകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ സന്തോഷവും സ്നേഹവും എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇച്ചാപ്പി ആഗ്രഹിച്ച ജീവിതം കിട്ടിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇച്ചാപ്പി ഇപ്പോൾ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു. ഒറിജിനൽ മാറിപ്പോയോ എന്നൊരു തോന്നൽ. അതായത് ഓവറാണെന്ന് എനിക്ക് തോന്നിയ പോയിന്റ്
ചുമ്മാ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണത്. ചിലപ്പം അങ്ങനെ ആയിരിക്കും, ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്കതെന്തോ ഒരു ഓവർ പോലെ ഫീൽ ചെയ്തു. ഞാനൊരു മലയാളി അല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ, നമുക്ക് കാണുമ്പോൾ എന്താണ് ഇങ്ങനെ ഓവർ പോലെ തോന്നും. ചില ആൾക്കാരൊക്കെ ഈ കല്യാണത്തിനൊക്കെ റിസപ്ഷനൊക്കെ മറ്റേ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഭയങ്കര കെട്ടിപ്പിടി ഉമ്മ ഇപ്പം ജാക്കറ്റ് കൊടുക്കും, അയ്യോ എന്തൊക്കെ കാട്ടി കൂട്ടും, ഇപ്പുറത്ത് വന്ന് തെറി വിളിച്ചിട്ട് പോകും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. വീഡിയോ കണ്ട് കൊതിക്കുന്നവരുടെ റീലല്ല, റിയൽ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് വെക്കുക. ഇതൊക്കെ കണ്ട് അതുപോലെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കരുത്. ആരും തന്റെ നെഗറ്റീവ് സൈഡ് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അവളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും റീച്ചുള്ള ആളായതുകൊണ്ട് ഒരിക്കലും അവന്റെ വീട്ടുകാർ അവളോട് മോശമായിട്ട് പെരുമാറില്ല. ദാറ്റ്സ് എ കറക്റ്റ് പോയിന്റ്. അതൊരു നല്ലൊരു പോയിന്റാണ്. അതായത് ഈ ഇച്ചാപ്പി കെട്ടിയ പയ്യന്റെ വീട്ടുകാര് ഇവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സ്നേഹം കൂടുതലായിരിക്കും. അത്യാവശ്യം മണി കാണും, ലൈഫ് സെറ്റിലാണ്, ആ ഒരു ഇതൊക്കെയും കാണും. അതുകൊണ്ട് മരുമോളെ കുറച്ച് കൂടുതൽ സ്നേഹിക്കുന്നതിലും തെറ്റൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ മോശമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയും വരും. അതുകൊണ്ട് മരുമോക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് മരുമോള് 12 മണിയൊക്കെ കടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അതും ഒരു പോയിന്റാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണിക്കുന്നത് കുറവാണ്. കാലാകാലം കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു പോയിന്റിലോട്ട് വരാതിരിക്കട്ടെ. അത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അവർക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് കണ്ടാലറിയാം. അപ്പോൾ വീഡിയോ കാണുന്നവർ സ്വന്തം ലൈഫിനെ കുറ്റപ്പെടുത്തരുത്. ഇനി ഇവർ റീൽ ആണെങ്കിലും ഹാപ്പി ആയി ഇരിക്കട്ടെ ഇതുപോലെ. അതായത് ഇത് റീലായാലും റിയൽ ആയാലും ഹാപ്പി ആയി ഇരിക്കട്ടെ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ഇവരുടെ റിയൽ ലൈഫാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ ഹാപ്പി മൊമെന്റ്സ് മാത്രമായിരിക്കും ഷെയർ ചെയ്യുന്നത്. വീട്ടിൽ അടിമഴക്കുണ്ടായോ ഷെയർ ചെയ്യാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. പിന്നെ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവിന്റെ ഒക്കെ പോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയർ ചെയ്യണ ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അല്ലാത്ത അടുത്തോളം കാലം ഇവർ ഷെയർ ചെയ്യുന്നത് വളരെ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കട്ടെ. വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ തീർക്കുക, സന്തോഷപരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഓൺ ചെയ്ത് വെക്കുമ്പോൾ കെട്ടിപ്പിടി ഉമ്മയിപ്പം കുറച്ച് കൂടി പോകുന്നു എന്നുള്ളൊരു സംശയമേ എനിക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ നെഗറ്റീവും വരും പോസിറ്റീവും വരും. അത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം വീഡിയോ എടുക്കുക. നാളെ ഇതെല്ലാം കൂടി തിരിഞ്ഞു ഒത്താതിരിക്കട്ടെ. ഓവറാക്കല്ലേ ഇച്ചാപ്പി, കുറച്ച് കൊഞ്ചൽ നിർത്തും. അത് എനിക്കത് ഓവറായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. ഒത്തിരി ഓവറായി തോന്നുന്നു. ശ്രീലക്ഷ്മി എന്നാണ് പേര് എന്നാണ് അറിഞ്ഞത്. യൂട്യൂബിനോട് നന്ദി തോന്നുന്നു. ഈ കുട്ടിയുടെ പോലെ ഒരുപാട് പാവപ്പെട്ട ഫാമിലികൾ രക്ഷപ്പെട്ടു. അതെ, യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൂപ്പന്റെ അമ്മയെ ഈ സ്നേഹം അഭിനയമല്ലെന്ന് വിശ്വസിച്ചോട്ടെ. അപ്പൂന്റെ അമ്മയെ സോറി, അതിനെ വേദനിപ്പിക്കൽ ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാണ്. എല്ലാ മദർ ഇൻ ലോസും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പെൺകുട്ടികൾ ഇച്ചാപ്പിയെ പോലെ ചിരിച്ചേനെ, ഇൻക്ലൂഡിങ് മീ. കൊഞ്ചൽ കുറച്ച് കുറയ്ക്കാം, ബോറ് തോന്നുന്നു. ആ അമ്മ ഗുരുവായൂർ നടയിൽ കരയുന്ന കണ്ടു. വിവാഹ ദിവസം അവരുടെ മനസ്സ് ശുദ്ധമാണ്. മോളോടുള്ള സ്നേഹം സത്യമാണ്. നല്ലത് മാത്രം വരട്ടെ. അതെ, നല്ലത് മാത്രം വരട്ടെ. അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, സ്വന്തം വീടിനേക്കാളും വന്ന് കയറി വീട്ടിൽ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ അത് കാണുന്ന അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അമ്മായി അമ്മയായിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെയൊക്കെ അമ്മായി അമ്മമാർ ഇതുപോലെയാണോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ സ്നേഹമാണോ, അതോ ഇതിനേക്കാൾ സ്നേഹം കുറവാണോ? നിങ്ങളൊക്കെ എങ്ങനെയാണ് ലൈഫുകളൊക്കെ മുന്നോട്ട് പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണോ? ബൈ.